السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبعهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും പടച്ചനാഥനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചനാഥൻ നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാവ് നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ നേഴ്സോ അല്ലെങ്കിൽ നമ്മളെ ആ സമയത്ത് പ്രസവത്തിന് വേണ്ടി സഹായിച്ചവരോ നമ്മെ എടുത്ത് നമ്മുടെ പിതാവിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ കരങ്ങളിലോ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായി നമ്മുടെ ശ്രവണപുടങ്ങളിലേക്ക് ആദ്യമായി കേട്ട വാചകം ഒരു ബാങ്കിന്റെ രൂപത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ത്വയ്യിബയുടെ ഈ ലോകത്ത് ഏറ്റവും മഹത്തരമായ, ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ 2 വചനങ്ങളാണ് നമ്മുടെ ശ്രവണപുടങ്ങളിൽ ആദ്യമായി നാം കേട്ട വാചകം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ 800 കോടി മനുഷ്യരിൽ നിന്ന് ഒരു 150 കോടിയോളം വരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി. ഈ മന്ത്രധ്വനി പ്രഭാതം മുതൽ ഈ സൂര്യൻ ഉദിക്കുന്നത് മുതൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളുടെ മുക്കുമൂലകളിൽ ഈ മന്ത്രധ്വനി ഉപരിലോകത്ത് മനുഷ്യരിലേക്ക് ഒരു വലിയൊരു സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും അവന്റെ തിരുദൂതനാണ് എന്നും ഈ സന്ദേശം 5 നേരത്തെ ബാങ്കുകളിലൂടെ, നമ്മുടെ നമസ്കാരങ്ങളിലൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും മുറിഞ്ഞു പോകാതെ, അല്ലാഹുവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ഹൃദയത്തിൽ സദാ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു മന്ത്രധ്വനിയാണ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളിൽ പലരും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി നാം ചിന്തിക്കുന്നത് നമുക്ക് 2500-3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബഹുനില കെട്ടിടം പണി കഴിപ്പിക്കുവാനും അവിടെ താമസിക്കാനും കഴിഞ്ഞു. ഏറ്റവും വിലപിടിപ്പുള്ള ആഡംബര വാഹനങ്ങൾ എൻ്റെ വീടിന്റെ ഉമ്മറത്തെ കാർ പോർച്ചുകളിൽ നിരന്നു കിടക്കുന്നുണ്ട്. എൻ്റെ മക്കൾ വിദേശങ്ങളിലും സ്വദേശങ്ങളിലുമായി ജോലിയും ഉപജീവന മാർഗങ്ങളുമായി സന്തോഷത്തോടുകൂടി കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളായി, വലിയ സ്വപ്ന ഗോപുരങ്ങളായി നാം കരുതുന്നത്. എന്നാൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ, പ്രിയമുള്ളവരെ, ഈ മസ്ജിദിന്റെ പുറത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ സത്യത്തെക്കുറിച്ച് തിരിച്ചറിയാതെ, ലക്കും ലഗാനുമില്ലാതെ അവർ നെട്ടോട്ടമോടുമ്പോൾ ഈ തിരക്കു പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഈ മസ്ജിദിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തയ്യിബയുമായുള്ള നമ്മുടെ ഹൃദയവുമായിട്ടുള്ള ആ ബന്ധം, എൻ്റെ പടച്ചനാഥനുമായിട്ടുള്ള ആ ബന്ധം സജീവമാക്കുന്നതിനു വേണ്ടി എല്ലാ തിരക്കുകളെയും നാം അവഗണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഈ മസ്ജിദിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടി. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തയ്യിബയിൽ അവന് പങ്കുകാരില്ലാതെ, അവനിടയാളന്മാരില്ലാതെ ആ നാഥനിൽ അചഞ്ചലമായി ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ജീവിതാന്ത്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തയ്യിബ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതിയിലേക്ക്, അവന്റെ പൊരുത്തത്തിലേക്ക്, അവന്റെ മഗ്ഫിറത്തിലേക്ക് മടങ്ങാൻ അതിയായ ആഗ്രഹവും അതിയായ കൊതിയും കൊണ്ടാണ് അല്ലാഹുവിന്റെ ഈ മസ്ജിദിൽ രോഗാതുരമായ വല്ലാത്തൊരു രോഗത്തിന്റെ സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ ഈ മസ്ജിദിൽ നാമൊക്കെയും ഒരുമിച്ച് കൂടിയത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തയ്യിബ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു വചനമായിരിക്കണം. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ പാടില്ല. 5 നേരത്തെ നമസ്കാരങ്ങളിൽ നമ്മുടെ ഹൃദയം പൊട്ടിക്കൊണ്ട് പടച്ചനാഥനോട് പ്രാർത്ഥിക്കേണ്ടത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചനാഥ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്.
അതുകൊണ്ട് എന്താണ് നമുക്ക് വേണ്ടത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നാഥാ, നീ ഞങ്ങളെ നേരെ ചൊവ്വേ ഈ ശരിയായ മാർഗത്തിൽ, ഈ സന്മാർഗ ബോധനത്തിൽ നാഥാ നീ ഞങ്ങളെ ചേർത്ത് നിർത്തേണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നാഥാ നീ ഞങ്ങളെ ചേർക്കേണമേ. യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തയ്യിബയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിനും വഴിപിഴച്ചവരുമായ ജൂതനസാറാക്കളുടെ മാർഗങ്ങളിൽ നാഥാ നീ ഞങ്ങളെ പെടുത്തരുതേ. നീ അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗമായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവ വിശ്വാസത്തിൽ നാഥാ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ് 5 നേരം പടച്ച നാഥനോട് നിരന്തരം അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം നൊമ്പരത്തോടുകൂടി ഹൃദയം പൊട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മുടെ നമസ്കാരത്തിന്റെ സന്ദർഭം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപ്പയ്ക്കു പകരം ഉപ്പയും ഒരുമ്മയുടെ സ്നേഹത്തിനു പകരം സ്നേഹം നൽകിയ മഹാവ്യക്തിത്വമാണ് അബൂ താലിബ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രബോധനത്തിൽ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തൊരു മണൽത്തിരി പോലും വരിയെറിയാത്തതിന്റെ കാരണം അബൂ താലിബ് എന്ന പ്രവാചകന്റെ പിതൃവ്യൻ, അള്ളാഹുവിന്റെ റസൂലിനെ ഏറെ സ്നേഹിക്കുന്ന ആ പിതൃവ്യൻ, അദ്ദേഹം മരണം മുന്നിലേക്ക് വന്ന ആ സക്രാത്തിന്റെ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ അബൂ താലിബിന്റെ കരങ്ങൾ പിടിച്ചു കുലുക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക പിതൃവ്യ. അള്ളാഹുവിന്റെ റസൂല് ആ പിതൃവ്യന്റെ കരങ്ങൾ പിടിച്ചു കുലുക്കിക്കൊണ്ട് സ്നേഹത്തോടുകൂടി പറഞ്ഞു, ഉപ്പ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തയ്യിബ എന്ന് ഉച്ചരിക്കുക, അള്ളാഹുവിൽ വിശ്വാസിയാവുക എന്നവൻ പറയേണ്ട സമയം ആ പിതൃവ്യനായ അബൂ താലിബ് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, മോനെ, എന്റെ പിതൃവ്യനായ എന്റെ പിതാവായ അബ്ദുൽ മുത്തലിബിന്റെ മതത്തിലാണ്, അഥവാ മക്കാ മുശ്രിക്കുകളുടെ ആ വിശ്വാസത്തിൽ ലാത്തയെയും ലാത്ത എന്ന ആ ഹജ്ജിന് വരുന്ന ഹജ്ജാജിമാർക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്ന ആ മഹാനുഭാവന്റെ മാർഗത്തിലാണെന്നും ഉസ്സ എന്ന മരവും മനാത്തി എന്ന വിഗ്രഹങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ വിശ്വാസത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ റസൂലിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ചു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്കല്ല, അങ്ങ് സ്നേഹിക്കുന്നവർക്കല്ല അള്ളാഹു സന്മാർഗ ബോധനം നൽകുന്നത്. ഇന്നല്ലാഹ യഹ്ദീ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുന്നത്. വയുദില്ലു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവിന് കിട്ടാത്ത, പ്രവാചകന്റെ കുടുംബത്തിന് കിട്ടാത്ത ആ മഹാസൗഭാഗ്യം, ആ മഹാനായ പ്രവാചകന്റെ അതിമഹത്തായ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സന്മാർഗ ബോധനം, അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് ഈ ഹിദായത്തിന്റെ സന്മാർഗ ബോധനത്തിന്റെ മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ കളിക്കാൻ വരുന്ന ഒരു കുഞ്ഞുമകൻ, ഒരു ജൂതനായ ബാലൻ, ഒരിക്കൽ രോഗിയായി കഴിയുമ്പോ ഐഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പ്രവാചകൻ വന്നപ്പോൾ, അള്ളാഹുവിന്റെ റസൂലെ, നമ്മുടെ വീട്ടിൽ കളിക്കാൻ വരുന്ന ആ ജൂതനായ ആ ബാലൻ, ആ കുട്ടി രോഗിയായി കിടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ 2-3 പ്രാവശ്യം ആ കുട്ടി തിരക്ക് പ്രവാചകരെ. അള്ളാഹുവിന്റെ റസൂല് ആ ജൂതനായ ആ കുട്ടി താമസിക്കുന്ന പ്രവാചകന്റെ അയൽവാസിയായ ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പോയി. പ്രവാചകൻ ആ കുട്ടിയുടെ അടുക്കലേക്ക് ഇരുന്ന് ആ കുട്ടിയുടെ ശരീരത്തേക്ക് തടകിക്കൊണ്ട്, യാ ബുനയ്യ
ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ പൊന്നുമോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ആ സമയം ആ ജൂതനായ ആ ബാലൻ സ്വന്തം പിതാവിലേക്ക് കണ്ണുകൾ പായിച്ചു. ആ സമയം ജൂതനായ ആ പിതാവ് തൻ്റെ മകനോട് പറഞ്ഞു, മോനെ, നീ അബൽ ഖാസിം പറയുന്നത് പോലെ, അള്ളാഹുവിന്റെ റസൂലിന് ഖാസിം എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ആ ഖാസിമിന്റെ ഉപ്പ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് പോലെ മോൻ പറഞ്ഞോ മോനെ. ആ പൊന്നുമകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട താമസം അള്ളാഹുവിന്റെ റസൂല് ആ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനന്നാർ. പടച്ചനാഥാ, ഈ പൊന്നുമകനെ നരകാഗ്നിയിൽ നിന്നും രക്ഷിച്ച, നരകാഗ്നിയിൽ നിന്നും കാത്തു സംരക്ഷിച്ച പടച്ചനാഥാ, നിനക്ക് സർവസ്തുതിയും. അള്ളാഹുവിന്റെ റസൂല് സന്തോഷത്തോടുകൂടി, ഹൃദയം നൊമ്പരത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ പൊന്നുമകൻ, അബൂജഹലിന്റെ മകനായ ഇക്രിമ, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും മക്കയിലേക്ക് മടങ്ങി വന്ന് ഇസ്ലാമിന്റെ ഭരണം മക്കയിലേക്ക് കാഴ്ചവെച്ചപ്പോൾ ആ ഇക്രിമ അന്ന് തബൂക്കിലേക്ക്, അത്തിഹാമയിലേക്ക് പോകുന്ന ഒരു കപ്പലിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു. കപ്പലിന്റെ ജോലിക്കാര് പറഞ്ഞു, മുഹമ്മദ് എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നുണ്ട്, താങ്കൾക്ക് മാപ്പ് തരില്ലേ? ആ സമയം ഇക്രിമ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ അനുചരന്മാരെയും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് അബൂജഹൽ എന്ന ഞാനും ഇക്രിമ എന്ന, അബൂജഹൽ എന്ന എൻ്റെ പിതാവും ഇക്രിമ എന്ന ഞാനും. അതുകൊണ്ട് ഒരിക്കലും മുഹമ്മദ് പൊറുത്താലും മുഹമ്മദിന്റെ അനുയായികൾ എന്നോട് പൊറുക്കുകയില്ല. ആ ഇക്രിമ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് യർമൂക്കിലേക്ക് പോയ, തിഹാമയിലേക്ക് പോയ ആ കപ്പലിൽ ഇക്രിമയും കയറുകയുണ്ടായി. കപ്പലിൽ സഞ്ചരിക്കുന്ന ഇക്രിമ കുറെ ദൂരം യാത്ര കഴിഞ്ഞപ്പോൾ ആ കപ്പൽ സമുദ്രത്തിൽ അടി ഉലയാൻ തുടങ്ങി. ആ കപ്പലിന്റെ കപ്പിത്താൻ കപ്പലിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ പരദൈവങ്ങളെയെല്ലാം വിട്ടുകൊണ്ട് ഏകനായ ആ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുക. ഈ സമയം ആ ഇക്രിമ ചിന്തിക്കുകയാണ്, ഇതേ വാദമാണ് അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ പ്രബോധനം ചെയ്യുന്നത്. ഇത് പ്രബോധനം ചെയ്തതിന്റെ പേരിലാണ് എന്റെയും എൻ്റെ പിതാവിൽ നിന്നും ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയത്. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തിഹാമയിലേക്ക് പോയ ആ കപ്പലിൽ നിന്ന് വീണ്ടും ഇക്രിമ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വിശ്വാസിയായി കൊണ്ട് മടങ്ങി വരികയാണ്. ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തയ്യിബയിലൂടെ ആ മഹാനായ ഇക്രിമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഇന്നും റളിയല്ലാഹു അൻഹു എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത്, വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെയും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹഫ്, എന്താണ് ആ ചരിത്രം? എല്ലാ വെള്ളിയാഴ്ചയും നാം ആവർത്തിച്ചു പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫിന്റെ ചരിത്രം എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അന്ന് പ്രവാചകന്റെ ആ കാലഘട്ടത്തിൽ ജൂതനസാറാക്കൽ ഈ അസ്ഹാബുൽ കഹഫിനെ കുറിച്ച് പല ചരിത്രങ്ങളും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ, സൂറത്തുൽ കഹഫിലൂടെ പടച്ചനാഥൻ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസ്ദനാഹും ഹുദാ. നഹ്നു, പടച്ചനാഥൻ അവരോട് പറഞ്ഞു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അസ്ഹാബുൽ കഹഫിനെ കുറിച്ച് വ്യക്തമായ, അവരെ കുറിച്ചിട്ടുള്ള സത്യമായ വാർത്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവർ അല്ലാഹുവിൽ അചഞ്ചലമായി ദൃഢമായി വിശ്വസിച്ച വിശ്വാസികളായിരുന്നു. അവരുടെ വിശ്വാസം സമ്പൂർണമായപ്പോൾ വസിദ്നാഹും ഹുദാ, അവർക്ക് ഞാൻ സന്മാർഗബോധനം വർദ്ധിപ്പിച്ചു കൊടുത്തു. അവരുടെ ഹൃദയത്തിൽ ദൃഢമായ അല്ലാഹുവും പരലോകവുമുണ്ട് എന്ന ആ ദൃഢമായ ബോധം നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. അതിനോടടുത്ത വചനത്തിൽ വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തി, വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി. ഇത് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രക്ഷിതാവായ ഞങ്ങളുടെ നാഥ, ലൻ നദ്ഉവ മിൻ ദൂനിഹി, ഞങ്ങൾ അല്ലാഹുവല്ലാത്ത ഒന്നിനോടും നാം പ്രാർത്ഥിക്കുകയില്ല. നാം അങ്ങനെ ചെയ്യുന്ന പക്ഷം ഏറ്റവും വലിയ അക്രമം പ്രവർത്തിച്ചവർ നാമാകും. അല്ലാഹുവിനോടൊരു പങ്കാളികളെയും പടച്ചനാഥനിലേക്കൊന്നിനെയും നാം ചേർക്കുകയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചപ്പോൾ വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകി. ആ നാട്ടിലെ വർത്തമാന കാലഘട്ടത്തിന്റെ സാഹചര്യം, ആ നാടിന്റെ ഭരണാധികാരിയും ആ നാട്ടിലെ ജനങ്ങളും അവരെ കൊല്ലാക്കൊല ചെയ്യുവാനും ഉപദ്രവിക്കാനും ശ്രമിച്ചപ്പോൾ അവർ ആ ഗുഹയിൽ അഭയം തേടി. ആ ഗുഹയിലേക്ക് പോകുമ്പോ അവരുടെ കൂടെ ഒരു സഹായിയായി കൊണ്ടൊരു നായയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഖത്മീർ എന്ന് പറയുന്ന ഒരു നായ. അവരുടെ ആ ഗുഹാമുഖത്ത് കാവൽക്കാരനായി കൊണ്ട് ആ നായയും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നായയെ ഒരു നികൃഷ്ട ജീവിയായി ഇസ്ലാം കാണുന്നില്ല. വർത്തമാനകാല സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നായയെ ഇസ്ലാം അവഗണിക്കുന്നു, മോശമായി കാണുന്നു. അള്ളാഹുവിന്റെ ജീവജാലങ്ങളിൽ ഒന്നിനെയും മോശമായി ഇസ്ലാം ചിത്രീകരിക്കുന്നില്ല. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ സുഹാബുൽ കഹഫ് അരമണിക്കൂർ ഒന്നുറങ്ങി എഴുന്നേൽക്കും പോലെ അവരൊരു ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. അവരിൽ ഒരാൾ പറഞ്ഞു, നാം എത്ര നേരം ഉറങ്ങിയിട്ടുണ്ടാകും? ഖാലൂ, അവർ പറഞ്ഞു, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അതിന്റെ പകുതിയോ നാം ഉറങ്ങിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അതിലറിവുള്ള മനുഷ്യർ പറഞ്ഞു, നാം ഉറങ്ങിയ സമയം എത്രയെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അങ്ങനെ അവർക്ക് വിശക്കുന്നു. അവരുടെ കൈവശമുണ്ടായിരുന്ന നാണയങ്ങളെല്ലാം എടുത്തു കൊടുത്തിട്ട് മാർക്കറ്റിലേക്ക് പോയി, ടൗണിലേക്ക് പോയി, അടുത്ത പ്രദേശത്തേക്ക് പോയി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ വേണ്ടി നാണയങ്ങൾ പറക്കി കൊടുത്തു. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നിങ്ങൾ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി പോകാൻ. കാരണം ഇന്നഹും ഇൻ യദ്ഹറു അലൈക്കും, നിങ്ങളെ അവർക്ക് മനസ്സിലായാൽ, നിങ്ങൾ ഇന്ന വിശ്വാസികളായ യുവാക്കളാണ് എന്നവർക്ക് മനസ്സിലായാൽ, എർജുമുക്കും, അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലും. അല്ലെങ്കിൽ ഫീ മില്ലതിഹിം, അവരുടെ ആചാരങ്ങളിലേക്ക്, അവരുടെ മതത്തിലേക്ക്, അവരുടെ വിശ്വാസത്തിലേക്ക്, ബഹുദൈവ ആരാധനയിലേക്ക് നിങ്ങളെ അവർ മടക്കി കൊണ്ടുപോകും. അങ്ങനെ വന്നാൽ വലൻ തുഫ്ലിഹു ഇദൻ അബദ, പിന്നൊരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങളും പ്രതിസന്ധികളും നീങ്ങിയെന്നവർ അറിയാതെ അവർ ഗുഹാമുഖത്തുറങ്ങിയതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അവർ മാർക്കറ്റിലേക്ക് ചെന്ന് നാണയങ്ങൾ കൊടുത്ത സാധനം വാങ്ങാൻ വേണ്ടി വാങ്ങുമ്പോ ആ നാണയം വാങ്ങിയ കച്ചവടക്കാരൻ നോക്കുമ്പോ 309 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ആ നാണയമാണ് അവരുടെ കരങ്ങളിലേക്ക് കൊടുത്തത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിഅത സിനീന വസ്ദാദു തിസ്ആ, അവർ 300 കൊല്ലവും അതിന്റെ കൂടെ വസ്ദാദു തിസ്ആ, അതിന്റെ കൂടെ ഒരു 9 വർഷവും 309 വർഷക്കാലം ആ ഗുഹാമുഖത്ത് ആ ഗുഹാനിവാസികൾ ഉറങ്ങിയിട്ടും അവർക്ക് അനുഭവപ്പെട്ടത് ഒരു ദിവസത്തിന്റെ പകുതിയോ ഒരു ചിരി നേരമോ.
അള്ളാഹു ഇതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നാമും മരണപ്പെട്ട് അള്ളാഹുവിന്റെ ഖബർ പടച്ചനാഥന്റെ പരലോകത്തേക്ക് മടങ്ങുമ്പോൾ, ആ ഖബറിലേക്ക് വിശ്രമത്തിലേക്ക് പോകുമ്പോൾ കാലമേറെ ദൈർഘിച്ചാലും നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു ദിവസത്തിന്റെ പകുതിയോ ഒരു ദിവസമോ അത്രമാത്രം നിസ്സാരമായിരിക്കും. ദൈർഘ്യത അനുഭവപ്പെടുകയില്ല. പരലോകത്ത് ഇങ്ങനൊരു പുനരുദ്ധാനമുണ്ട് എന്ന ആ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയുമായി വിശ്വസിക്കുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, അസ്ഹാബുൽ കഹ്ഫ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയിൽ ഉറച്ചു വിശ്വസിച്ചപ്പോൾ, അള്ളാഹുവിന് പുറമെ ഒരാരാധ്യനോടും നമ്മൾ പ്രാർത്ഥിക്കുകയില്ല എന്ന പ്രഖ്യാപനം ഹൃദയത്തിൽ നിന്ന് വന്നപ്പോൾ, പടച്ചനാഥൻ അവർക്ക് നൽകിയ അനുഗ്രഹം അവരുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകി. ആ കെട്ടുറപ്പാണ്, ആ സ്ഥൈര്യമാണ്, ആ അചഞ്ചലമായ ദൃഢമായ വിശ്വാസമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലൂടെ, എല്ലാ വെള്ളിയാഴ്ചയും നാം പാരായണം ചെയ്യുന്ന ഈ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. അതിൽ കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പൂർണ്ണമായും വിശ്വാസികളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ഖുതുബയിലൂടെ ശ്രവിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബ, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന ഈ പ്രഖ്യാപനം, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും മുഖ്യമായ ആ പ്രഖ്യാപനം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബ ലോകത്തിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാചകം, അവന്റെ അവസാനത്തെ ആഖിറു കലാമുഹു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയാണെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും പടച്ചനാഥൻ മാത്രമാണ് നമ്മുടെ ആരാധ്യനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭങ്ങളിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഏതേത് സന്ദർഭങ്ങളിലും, സന്തോഷത്തിന്റെ സന്ദർഭങ്ങളിലും സങ്കടങ്ങളുടെ സന്ദർഭങ്ങളിലും പടച്ചനാഥനിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന, എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോട് നാം ജീവിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, മരണം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസം എന്താണ്, അത് നമ്മുടെ നാവിലൂടെ പുറത്തു വരികയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബ ഉച്ചരിച്ച് മരണം വരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം വിശ്വാസികളിൽ, അത്തരം മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിന്റെ പ്രതികൂലമായ സാഹചര്യം വീണ്ടും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹു ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മാനസികമായ സംഘർഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരുടെ പ്രയാസങ്ങളും അവരുടെ ദുഃഖങ്ങളും കരുണാമയനായ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുകയും അവർക്ക് ആശ്വാസവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റളി അൻ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് وعمر بن الفاروق وعثمان بن عفان
وعلي المرتضى رضي الله تعالى عن كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أحينا بالكتاب والسنة وعمتنا مع الإيمان والتوبة. ربنا وعليك توكلنا وإليك عنبنا وإليك المصير. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.